എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരിക്കലും ഫാൻസി ഡ്രസ് ചെയ്തെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ ചെയ്തത് ആൾക്കാർക്ക് അറിയാലേ, സാധനത്തരം കിട്ടുന്നില്ലെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. അത് അവിടെ വരാൻ പേടിയാണ്. അത് അവിടെ ഓരോ വെള്ളാളികളുടെ സ്ഥലമാണ്. ഓരോ വെള്ളിയാഴ്ച ഓരോ പ്രാന്തന്മാർ ജനിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. സ്റ്റെപ്പ് ഒക്കെ ആവാം. മുടി എന്താ വെട്ടി? കാമികൾക്ക് വേണ്ടി വെട്ടിയതാ. പൈസ കൊടുത്തിട്ടാണ് 200 രൂപ കൊടുത്തിട്ടാണ്. ഡെയിലി 200, ചിലപ്പോ 500, ചിലപ്പോ 2000 അങ്ങനെ പുള്ളിക്ക് തോന്നാൻ വാങ്ങിച്ചിട്ടുള്ളൂ. നിനക്ക് എവിടുന്ന പൈസ? കിട്ടണ്ടല്ലോ. എങ്ങനെയാ വരുമാനം? വരുമാനം എന്ന് വെച്ചാൽ ബർത്ത്ഡേ വിഷു കല്യാണം പ്രോഗ്രാം അങ്ങനെ പോകുമ്പോ പൈസ കിട്ടും. 10,000 രൂപ കിട്ടും. അലൻ ജോസിന്റെ ഒരു ന്യൂസ് കേട്ടത്, അലൻ ജോസിന്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ അടിച്ചു പോയി എന്നൊക്കെ, ഫേസ്ബുക്കൊക്കെ സത്യമാണോ? സത്യമല്ലേ? അടിച്ചു പോയാ? എന്താ സംഭവം? എന്താണ്ടായി? റിപ്പോർട്ട് അടിച്ചെന്ന് പറഞ്ഞു. അത് മറ്റേ സസ്പെൻഡ് കിട്ടിയെന്ന് പറയണം. 150 ദിവസം പറയണ്ടേ. 150 ദിവസത്തേക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ അടിച്ചു പോയി. അത് ചിലപ്പോൾ ഓണാവായിരിക്കും, അറിയില്ല. ആ അക്കൗണ്ട് നോക്കാൻ പറ്റില്ല. ഇനിയിപ്പോ തൽക്കാലത്തേക്ക് അതിലൊന്നും ചെയ്യുന്നില്ലേ. 150 ദിവസം കഴിഞ്ഞാൽ നോക്കാൻ ഇൻസ്റ്റാഗ്രാം പിന്നെ ഏതാ പോയി? ഫേസ്ബുക്കാ? രണ്ടും ഒറ്റ ഇതാണല്ലോ. ഓ, കണക്റ്റഡ് ആയ കാരണം പോയി. ഹേറ്റേഴ്സ് ചെയ്ത പരിപാടിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഹേറ്റേഴ്സ് ചെയ്ത പരിപാടിയാണെന്ന് വിചാരിക്കുന്നു. ഹേറ്റേഴ്സ് അല്ല, എൻ്റെ ഒരു PR ടീം ഉണ്ടാവും. എൻ്റെ മൊബൈൽ മേടിച്ച ഒരു ദിവസം എൻ്റെ പാസ്വേഡൊക്കെ ഹാക്ക് ചെയ്താണ് പുള്ളി. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ മലയാളത്തിൽ നിന്നൊരു പ്രശസ്തമായ നടി താങ്കൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. താങ്കളെ പോലെയുള്ള ആരാധകരെ കാണിക്കാൻ വേണ്ടിട്ട് വനിത ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു നടി വന്നിട്ട് താങ്കൾക്കെതിരെ രൂക്ഷമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയുക? ഞാനൊരിക്കലും ഫാൻസി ഡ്രസ് ഞാൻ വനിതാ വെറുതെ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. വനിതാ വെറുതെ ഞാൻ ഒരിക്കലും ഫാൻസി ഡ്രസ് ചെയ്തെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ ചെയ്തത് ആൾക്കാർക്ക് അറിയാലേ, കോമളിത്തരം ആ ലെവലിലാണ് ചെയ്തത്. ഫാൻസി ഡ്രസ് പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. യുവജനോത്സവത്തിലൊക്കെ കോൺഗ്രസ് സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ശകുന്തളയായിട്ടും മട്ടത്തറ വല്യമ്മനായിട്ടും പെൺവേഷം കൂടെ കിട്ടിയിട്ടുണ്ട് കൊണ്ട്. ഇപ്പോഴാണ് പിന്നെ അതൊക്കെ ഒതുങ്ങിയത്. പിന്നെ ഇപ്പോൾ ഫാൻസി ഡ്രസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേ എന്താ പറയുക, മൂത്രമാണ്, തുപ്പലാണ്, അങ്ങനെ കുറേ ഇപ്പോൾ ഒരുപാട് പേര് പുതിയ ഫേക്കായിട്ടൊക്കെ വന്നതല്ലേ. ആൾക്കാർ മറ്റേ വൈറലാകുമ്പോൾ മനഃപൂർവ്വം വന്നിട്ട് കുറേയൊക്കെ കാണിച്ചിട്ട് പോകുന്നു. പിന്നെ പുഷ്പമാണെന്നൊക്കെ പറഞ്ഞ്, പിന്നെ മാർക്കോണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഓവറായിട്ട് കാണിക്കുന്നതല്ലേ. നമ്മൾ അത്രയൊന്നും കാണിക്കുന്നില്ല. നമ്മളൊരു ചെറിയ രീതിയിൽ നമുക്ക് പറ്റാവുന്ന കൊണ്ട് നമ്മൾ ചെയ്യുന്നു. പിന്നെ നമ്മുടേത് മറ്റേ കോമാളിത്തരം മനസ്സിലാക്കി കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിച്ചുകൊണ്ട് കുറച്ച് റീച്ചും അത്യാവശ്യം പൈസയും കിട്ടുന്നുണ്ടല്ലോ. സാധനത്തരം കിട്ടുന്നില്ലെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടാവുന്നത് കാരണം ഒരു സാധാരണ ഒരു പുരുഷനൊരു ദിവസം എത്ര രൂപ കിട്ടും? 1400, 2400 രൂപ കിട്ടും ലോക്കൽ പണിക്കാരന്. അത് ഹൈ റേഞ്ച് ആകുമ്പോഴാണ് അത് മറ്റേ ഓരോരോ സാലറി മാറുന്നത്. ഇപ്പോൾ 20,000 കിട്ടുന്ന ആൾക്കാരുണ്ടാവും, 40,000 കിട്ടുന്ന ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ ഒരു മാസം കണക്ക് കൂട്ടി കഴിഞ്ഞിട്ട് ചർച്ചാ വിഷയത്തിൽ നിന്ന് താങ്കൾ മാറിപ്പോകുന്നു. വനിതാ വിനീത എന്നൊരു സ്ഥലം, അത് അവിടെ വരാൻ പേടിയാണ്. അത് അവിടെ ഓരോ വെള്ളാളികളുടെ സ്ഥലമാണ്. ഓരോ വെള്ളിയാഴ്ച ഓരോ പ്രാന്തന്മാർ ജനിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മറ്റേ ഡാൻസ് നിർത്താൻ വേണ്ടി തിയേറ്റർ ഓണർ പറഞ്ഞപ്പോൾ ഞാൻ നിർത്തിയല്ല. പുള്ളി എന്നെ ഇറക്കിവിട്ടത് നിങ്ങൾ അറിയാമല്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കുറെ പേര് വന്നപ്പോ പുള്ളിക്ക് എന്തുകൊണ്ട് പറയണല്ലോ. ഇപ്പൊ തിയേറ്റർ ഓണറുടെ കയ്യിലാണുള്ള കാര്യങ്ങള് ഇങ്ങനത്തെ കാണിക്കണത്. ഇപ്പോഴുള്ള തിയേറ്ററിന് മോശമല്ലേ? മോശം എന്ന് പറഞ്ഞാൽ തിയേറ്റർ പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്, പക്ഷെ അത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. അതിലൂടെയാണ് തിയേറ്റർ പബ്ലിസിറ്റി ആകുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്ന ഏറ്റവും കൂടുതലുള്ള തിയേറ്ററാണ് വനിതാ തിയേറ്റർ. വനിത ഫേമസ് ആവാൻ കാരണം അലൻ ജോസ് എന്ന് പറഞ്ഞാല് സത്യമുണ്ടോ? ഞാനൊന്ന് ഒരു രണ്ടാമത്തെ അടവല്ലേ, ഫസ്റ്റ് റിവ്യൂവർ ആറാട്ടണല്ലേ. ആറാട്ടണ്ണോട് പ്രശ്നം തീർന്നു. പുള്ളി ഇടക്കിടക്ക് നിറം മാറുന്ന ടൈപ്പല്ലേ കൊണ്ട് നമുക്ക് ഓന്തല്ല, പക്ഷെ ഇടക്കിടക്ക് നിറം മാറും പുള്ളി. പക്ഷെ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. കാരണം പുള്ളി ഞാൻ പണ്ടൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന്
എപ്പോഴും പൈസക്ക് ഞാൻ ബിരിയാണി കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ തിരിച്ചു ചെയ്യാറില്ല. പുള്ളിക്ക് ഞാൻ മേടിച്ചു കൊടുക്കും, കാരണം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. കാശുകാരനായി വലിയ കാശുകാരനല്ല, എന്നാലും അത്യാവശ്യം ഇപ്പൊ മീഡിയ കെയർ ആണെങ്കിലും 10 പേര് കൂടിയാൽ പോലും അവർക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. 10 പേർക്കുള്ള നിലവില് ഇന്ന് രാത്രി ഫുഡ് എന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് വാങ്ങി തന്നെ എന്താ വെച്ചാൽ അടുത്തൊരു വീഡിയോ ഇടാൻ പാടില്ല കേട്ടോ, ഞങ്ങൾ ഫുഡ് വാങ്ങി തന്നു എന്നിട്ട്. അതില്ല നമ്മളങ്ങനെ കാണിക്കുന്നില്ല. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, ഇന്നലെ നിങ്ങൾ ഇവിടെ വന്നിരുന്നു, അത് അറിഞ്ഞിരുന്നു? എന്താണ് ഈ ലേബറിയിൽ വന്നിരുന്നു കുറെ പേര് വന്നല്ല, ഞാൻ മാത്രമല്ല. ഞാൻ എപ്പോഴും പറയും ഞാൻ മാത്രം വലിഞ്ഞു വരുമല്ലെന്ന് പറയും. ഫാൻസുകാരും കുറെ ഇപ്പൊ ഇൻവൈറ്റ് ചെയ്തല്ലോ, ഒരു ഇൻവിറ്റേഷൻ കാർഡ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. പൃഥ്വിരാജ് ഇൻവൈറ്റ് ചെയ്ത് കളിയാക്കല്ലേ, ഇൻവിറ്റേഷൻ കാർഡ് സോഷ്യൽ മീഡിയയിൽ ഇട്ടല്ലോ, ഇടുമ്പോ തന്നെ അറിയാലോ അത്യാവശ്യം ആൾക്കാർ വരുമെന്ന്.